നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിലയായിരുന്നു UDF പൊതുവിലെടുത്തിരുന്നത്. ഇപ്പം ചെറിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദുരന്തഘട്ടത്തിലൊക്കെ ഒന്നിച്ചു നിൽക്കാനും ശബ്ദമുയർത്താനും ഒക്കെ തയ്യാറായി എന്ന ഭാഗം കാണാതെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ ദുരന്തഘട്ടത്തിൽ കേരളത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്ന നില സ്വീകരിച്ചു. മാത്രമല്ല, കേരളത്തെ സഹായിക്കാത്തതിനെതിരെ കേരളം വലിയ തോതിൽ ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രവർത്തനവും നടത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല. ആ ഘട്ടത്തിലൊക്കെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമായിരുന്നു എടുത്തത്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലുള്ള കാലയളവ് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാണാൻ നമുക്ക് കഴിയും. അങ്ങനെയൊരു നിലപാടാണ് എടുത്തിരുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും ഒത്തുചേർന്നുകൊണ്ട് LDFനെയും LDF സർക്കാരിനെയും ആക്രമിക്കുന്നൊരു നില എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നത്. അതിൻ്റെയൊക്കെ സ്വാഭാവിക പരിണാമങ്ങൾ ഓരോ പാർട്ടിക്കും സംഭവിക്കുമെന്ന് കണ്ടാൽ മതി. നമ്മൾ അത്രയും അതിനെപ്പറ്റി കാണേണ്ടതുണ്ട്. ആഘോഷിക്കുമ്പോൾ ഭരണ തുടർച്ച എന്നുള്ള ഒരു പിണറായി തേർഡ് ലോഡിംഗ് എന്നുള്ള ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CM അതിനെങ്ങനെയാണ് കാണുന്നത് ഭരണ തുടർച്ചയുടെ സാഹചര്യത്തെ? ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും നമ്മുടെ മുന്നിലില്ലാലോ. ഇപ്പൊ ഈ വർഷം നമുക്ക് നല്ല നിലക്ക് വർക്ക് ചെയ്തു പോകാം. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. കഴിഞ്ഞ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടാവും. ഈ 4ാം വർഷത്തിൽ അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്? ആ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം. ഇപ്പോഴേ ആലോചിച്ച് നോക്കണം.